നീറ്റ് പരീക്ഷാ ക്രമക്കേട് പാർലമെന്റിൽ വീണ്ടും ഉന്നയിച്ച് പ്രതിപക്ഷം. നീറ്റ് പണക്കാരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരീക്ഷയെന്ന നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. നീറ്റിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന നിലപാടാണ് സർക്കാരിനെന്നും രാഹുൽ വിമർശിച്ചു. വിഷയത്തിൽ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനിടെ നീറ്റ് പുനഃപരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. തുടർച്ചയായ രണ്ടാം ദിവസവും നീറ്റ് വിഷയത്തിലായിരുന്നു ഇരു സഭകളിലും പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. പക്ഷേ വെള്ളിയാഴ്ചത്തെ പോലെ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങിയില്ല. തുടർന്ന് നന്ദിപ്രമേയ ചർച്ചയിൽ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയും രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും വിഷയം കേന്ദ്രത്തിനെതിരെ ആയുധമാക്കി. പണക്കാർക്ക് വേണ്ടിയുള്ള പരീക്ഷ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നീറ്റ് പരീക്ഷയെ തന്നെ രാഹുൽ എതിർത്തത്. For rich people, not meritorious people. I have met a number of NEET students. Every single one of them tells me that the exam is designed to create a quota for rich people and to create a passage for them into the system and is designed not to help poor students. വിദ്യാർത്ഥികൾക്കൊപ്പം എന്ന സന്ദേശം നൽകാൻ വിശദമായ ചർച്ചകൾക്ക് തയ്യാറാകാത്തതിനെയും രാഹുൽ വിമർശിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതിൽ സുപ്രീം കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത്. नीट यूजी और यूजीसी नेट में धांधली, पेपर लीक और भ्रष्टाचार के मामले से सामने आए, फिर उसके बाद कहीं पेपर भी रद्द हुए. इस वजह से 30 लाख बच्चों का भविष्य तबाह और तंग हो चुका है. സമയക്കുറവ് മൂലം ഗ്രേസ് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഴിഞ്ഞയാഴ്ചയായിരുന്നു പുനഃപരീക്ഷ നടത്തിയത്. ഇതിൽ പരീക്ഷ എഴുതിയ 813 പേരുടെ ഫലമാണ് ഇന്ന് പ്രസിദ്ധീകരിച്ചത്. ഇവർക്ക് റീടെസ്റ്റിൽ ലഭിച്ച മാർക്കാകും കൗൺസിലിംഗിനായി പരിഗണിക്കുക. പരീക്ഷ എഴുതാത്ത ബാക്കി 750 പേർക്ക് ഗ്രേസ് മാർക്ക് കുറച്ചുള്ള മാർക്ക് മാത്രമാണ് ഉണ്ടാവുക. റിപ്പോർട്ടർ, ദില്ലി.